ഹലോ ഗായ്സ്, നമസ്കാരം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണല്ലോ അറക്കൽ രാജവംശം. അറക്കൽ രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പൈതൃക വസ്തുക്കൾ സൂക്ഷിച്ച അറക്കൽ മ്യൂസിയം കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. നിങ്ങളും കൂടെ പോന്നോളൂ. നമുക്ക് മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് തിരികെ വരാം. ഇവിടെ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ രാജകുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും ഭരണം നടത്തുന്ന കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം എന്ന പ്രത്യേകത കൂടി അറക്കൽ രാജവംശത്തിനുണ്ട്. അറക്കൽ രാജവംശത്തിൻ്റെ ഓരോ കാലയളവിലുള്ള രാജാക്കന്മാരുടെ പേരും വർഷവും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇത് അറക്കൽ കെട്ടിൻ്റെ പെയിൻറ്റിംഗ് ആണ്. നമുക്ക് പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ അറക്കൽ രാജവംശത്തിൻ്റെ രാജമുദ്ര കാണാം. ഇവിടെ പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ജനൽപ്പാളി കാണാം. അത് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ കുളവും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ശിലാലിഖിതം കാണാം. ഇനി നമ്മൾ നേരെ കയറുന്നത് ദർബാർ ഹാളിലേക്കാണ്. ഇവിടെ അറക്കൽ രാജവംശത്തിൻ്റെ ദർബാർ ഹാളും അതിനെക്കുറിച്ചുള്ള ചരിത്രവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജകീയ പ്രൗഢിയോടെ തന്നെ ഇവിടുത്തെ ഫർണിച്ചറുകൾ കാണാം. ദർബാർ ഹാളിൻ്റെ ഒരു ഭാഗത്തായി വിവിധ കാലഘട്ടങ്ങളിൽ ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരുടെയും ബീവിമാരുടെയും ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇനി തൊട്ടടുത്ത റൂമിലേക്ക് കയറുമ്പോൾ അവിടെ ചുമരിൽ നിറയെ പെയിൻറ്റിങ്ങുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു റൂമിലേക്ക് കയറുമ്പോൾ അവിടെ മരത്തിൽ പണി കഴിപ്പിച്ച വലിയ പെട്ടികൾ കാണാം. ആധാരപ്പെട്ടിയാണിത്. പഴയകാലത്തെ പ്രമാണങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടികളാണ് ഇവ. ഇവിടെ രാജാധികാര ചിഹ്നങ്ങളും അംശവടിയും കാണാം. അതുപോലെ കിരീടം കാണാം. സിംഹത്തിൻ്റെ തലയുള്ള രാജാധികാര ചിഹ്നമാണിവ. അതുപോലെ ഖുറാൻ കാണാം. വിവിധ തരം ആയുധങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വാള്, തോൽപ്പരിച, കഠാര, അങ്ങനെ വിവിധങ്ങളായ പഴയകാല ആയുധങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വെള്ളിയിൽ തീർത്തതും വെള്ളി പൂശിയതുമൊക്കെയായ വിവിധ തരം പാത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത്.
വലിയ മെഴുകുതിരി സ്റ്റാൻഡ് കാണാം. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സ്ഫടിക പാത്രങ്ങൾ കാണാം. രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വിവിധ തരം പാത്രങ്ങളാണിവ. ഇവിടെ പലതരത്തിലുള്ള വിളക്കുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചിലങ്കയും മെഴുകുതിരി സ്റ്റാൻഡുമൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ സംഗീത ഉപകരണവും മെഴുകുതിരി സ്റ്റാൻഡും പ്രത്യേകതരം പാത്രങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. പുതുതലമുറ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പഴയകാല ടെലഫോണുകളും വടക്ക് നോക്കി യന്ത്രവും ബൈനോക്കുലറും അങ്ങനെ വിവിധങ്ങളായ വസ്തുക്കൾ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. പഴയകാല ഫർണിച്ചറും പ്രത്യേക തരത്തിലുള്ള തൊപ്പിയും, ഇത് പാളത്തൊപ്പിയാണെന്ന് തോന്നുന്നു, അതുപോലെ പാത്രങ്ങളുമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. തിരിച്ച് താഴേക്ക് ഇറങ്ങിയാണ്. ഇവിടുത്തെ സീലിംഗ് ഫുള്ള് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ ഒരു റൂമിൽ ഡച്ചുകാരുടെ ചരിത്രം വിളിച്ചോതുന്ന പല വിധത്തിലുള്ള ചിത്രങ്ങൾ ഇവിടെ കാണാൻ കഴിയും. അവർ ഉപയോഗിച്ച കപ്പലുകളും കോട്ടകളും ഒക്കെയുള്ള ചിത്രങ്ങളാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. കുറച്ച് സമയം ചരിത്രമുറങ്ങുന്ന ആ മണ്ണിൽ വിശ്രമിച്ച ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.